നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. പശു വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2 അല്ലെങ്കിൽ 4, 5 പശുവിനെ പ്രസവിച്ച ശേഷം പശുവിൻ്റെ ശരീരത്തിൽ കാൽസ്യം കുറയും. അങ്ങനെ കാൽസ്യം കുറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കാമെന്നറിയാമോ? പശു അവിടെ തന്നെ വീണ് കിടന്നു പോകും. അപ്പോൾ പശു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 400 കിലോ 600 കിലോ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തനിയെ എഴുന്നേപ്പിച്ച് നിർത്താൻ നോക്കും. പക്ഷെ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 5-6 ആൾക്കാരെ വിളിച്ച് പശുവിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. പക്ഷെ പശു ഓൾറെഡി വയ്യാണ്ടിരിക്കുവാണ്. പക്ഷെ നമ്മൾ 5-6 പേരെ വെച്ച് പശുവിനെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ നോക്കുമ്പോഴത്തേക്കും പശു പിന്നെയും വീക്കാവത്തേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കൗ ലിഫ്റ്റിംഗ് മെഷീൻ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൗ ലിഫ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീണ് കിടക്കുന്ന പശുവിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഇതാണ് ഹാൻഡിൽ. അപ്പോൾ ഈ ഹാൻഡിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പശുവിനെ ബെൽറ്റ് ഇട്ട് എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റും. ഈ ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്യുവർ നൈലോൺ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 ടണ്ണോളം വെയിറ്റ് നമുക്ക് ഇതിൽ താങ്ങാൻ പറ്റും. ഇപ്പോൾ നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് താങ്ങും. അതുകൊണ്ട് ഒരുപാട് നാൾ നീണ്ടു നിൽക്കും. ഇതിൽ 4 വീല് നമ്മൾ കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ പശു കിടക്കണടുത്തേക്ക് നമുക്ക് ഇത് ഉന്തിക്കൊണ്ട് പോകാൻ പറ്റും. നമ്മൾ പശുവിനെ മേളിൽ കയറ്റുമ്പോഴത്തേക്കും നമ്മൾ ഹാൻഡിലിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ പശു താഴെ വീഴുമെന്നുള്ളൊരു പേടി വേണ്ട. നമ്മൾ ഹാൻഡിലിൽ ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ റിവേഴ്സ് ആവത്തില്ല. അപ്പോൾ നമ്മൾ ഈ വീണ് കിടക്കുന്ന പശുവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ജീവന് വരെ ആപത്താണ്. നമ്മളൊരു പശുവിനെ വാങ്ങിക്കുന്നത് 1.5 ലക്ഷം 2.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ്. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ പശുവിനെ നല്ലോണം നോക്കിയില്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗ ലിഫ്റ്റിംഗ് മെഷീൻ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഷീന് ആവശ്യക്കാരേറെയാണ്. നമ്മൾ ഹൈദരാബാദ് വരെ ഈ മെഷീൻ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. 4, 5 പ്രസവിച്ച ശേഷം പശുവിന് കാൽസ്യം കുറഞ്ഞിട്ട് നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ പശുവിന് ജീവന് വരെ ആപത്താണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ മെഷീൻ വാങ്ങിക്കാൻ പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഈ മെഷീൻ ആവശ്യമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമുക്ക് സൊല്യൂഷൻ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ ഈ മെഷീൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇതിൽ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ മെഷീൻ നമ്മളിപ്പോൾ കുറഞ്ഞ മുതൽ മുടക്കിൽ EMI യിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മെഷീനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.